മലയാള സിനിമയുടെ ആക്ഷൻ കിങ് ജയൻ സാറ് മരിച്ചിട്ട് 44 വർഷങ്ങളോളായി. പ്രായഭേദമന്യേ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. സ്വന്തം വീടിനടുത്ത് ജയൻ സാറിൻ്റെ അമ്പലം ഉണ്ടാക്കി ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനുണ്ട് നമ്മുടെ കണ്ണൂരിലെ പയ്യന്നൂരിൽ. റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനായ ബാബു സാറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ബാബു സാറിൻ്റെ വീട് പയ്യന്നൂരിലെ കണ്ടങ്കാളി എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണ് ജയൻ സാറിന് വേണ്ടി ആരാധനാലയം ഉണ്ടാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ ബാബു സാറിനോട് തന്നെ ചോദിക്കാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് അന്ന് 10 വയസ്സുണ്ടാകുമ്പോൾ ഞാൻ ജയൻ്റെ സിനിമകൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം കണ്ടത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ തച്ചോളി അമ്പു, അതുപോലെ ചരമഞ്ചരം, ആവേശം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഞാൻ ആദ്യം കാണാൻ തുടങ്ങിയത്. പിന്നീട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും, അന്ന് എനിക്ക് വയസ്സ് 9, 12 വയസ്സ് 12 വയസ്സാകുമ്പോഴാണ് ജയൻ സാർ മരിക്കുന്നത്. 1980 കൂടുതലൊക്കെ. അത് ഒരു വളരെ ഒരു ഞെട്ടലോടെ ഞാൻ കേട്ടത്, ഒരു ഷോക്കേറ്റതുപോലെ. പിന്നീട് ഞാൻ ജയൻ സാറിനെ ശരിക്ക് ആരാധിക്കാം. അന്ന് ആ ചെറിയ മനസ്സിലും ഞാൻ ജയന്റെ സാറിന്റെ ഈ അനുശോചന പരിപാടികളൊക്കെ നടത്തിയിരുന്നു. കുറെ ബലൂണൊക്കെ വാങ്ങി നമ്മൾ കെട്ടി, കുറെ കൂട്ടുകാരന്ന് കളിക്കൂട്ടുകാരൊക്കെ കൂട്ടി. പക്ഷെ അതന്നെ ഇന്ന് ഞാൻ തുടരുന്നുണ്ട്. ഞാൻ പട്ടാളത്തിൽ, ഞാൻ ഒരു അതിർത്തി രക്ഷാ സൈനികനാണ്. BS. എന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജോലിയിൽ പോകാനുള്ള ഒരു ഇത് തന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാല് ജയൻ സാറിന്റെ ആ ഒരു സാഹസിക ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാല് ജയൻ സാർ ഒരു സാഹസികനായിരുന്നു. എനിക്കും അതുപോലെ ഒരു സാഹസികനാകാൻ വളരെ ആഗ്രഹിച്ചു. അപ്പൊ എനിക്ക് ആദ്യമായി തന്നെ എനിക്ക് കിട്ടിയ ജോലി, ഞാൻ ആദ്യം പോയത് ആ ഒരു ജോലിക്കായിരുന്നു, ഒരു റിക്രൂട്ട്മെന്റിന്. അതിനെനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ അതിർത്തിയിൽ വളരെ, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എന്ത് ഇതുണ്ടാവുമല്ലോ, ഒരു ഞാനിപ്പോൾ കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ തീവ്രവാദിയോട് കുറെ ഞാൻ നമുക്ക് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ വിജയ്, കാർഗിൽ യുദ്ധത്തിൽ അന്ന് ഞാൻ കാർഗിൽ യുദ്ധത്തിൽ അന്ന് ഞാൻ ഉണ്ടായത് ഗൂരേജിലാണ്. അതായത് ഗൂരേജ്, നീരു, ദ്രാസ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു കാർഗിൽ. അപ്പോ അവിടെയും വളരെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ മനസ്സ്, എനിക്കൊരു ധൈര്യം ആർമിയിലല്ലേ? അത് യൂട്യൂബിലെല്ലാം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. പിന്നീട് ഞാൻ നാട്ടിലോട്ട് വന്ന് അന്ന് 2010 ഞാൻ ജനുവരിയിലാണ് വന്നത് നാട്ടില്. അന്ന് മുതൽ ഞാൻ ജയൻ സാറിന്റെ സിനിമകൾ കാണാൻ, അന്ന് എനിക്ക് പിന്നീട് യൂട്യൂബിലൂടെ സാറിന്റെ എല്ലാ രംഗങ്ങളും ദിവസം കാണാൻ ഇത് കിട്ടി. 2010 മുതൽ ഞാൻ വീണ്ടും ജയൻ സാറിന്റെ അനുസ്മരണ പരിപാടികൾ എപ്പോഴും നടത്തി. കുറെ ഇവിടെയുള്ള പഴയ ജയൻ സാറിന്റെ ആരാധകരൊക്കെ ഞാൻ വിളിച്ചുകൂട്ടി പരിപാടി നടത്തും. അതുപോലെ തന്നെ പായസം അന്നത്തെ ദിവസം വന്നവർക്കെല്ലാം അവിടുന്ന് മുതൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ 1-2 വർഷമായിട്ട് അങ്ങനെയല്ല. 1-2 വർഷമായിട്ട് ഞാൻ ജയൻ സാറിന്റെ കൊല്ലത്തിലെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്, പരിപാടി. അതുപോലെ തിരുവനന്തപുരത്ത് ജയൻ സാംസ്കാരിക കലാസമിതിയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിനുശേഷം കൂടുതലും ജൂലൈ 25 ജയൻ സാറിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ കേക്ക് മുറിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ നടത്താറുണ്ട്. ജയൻസാറിന്റെ സിനിമകളൊക്കെ അത് കാണല്? മുമ്പ് ഞാൻ പല സിനിമകളും 5, 8, 10 പ്രാവശ്യമൊക്കെ കാണാറുണ്ട്. അതായത് മൂർഖൻ എന്ന സിനിമ എല്ലാ ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പയ്യന്നൂര് സോബിയില കളിച്ചിട്ടുണ്ട്. അത് എത്രയാന്ന് എനിക്ക് തന്നെ വലിയൊരു എണ്ണമില്ല, എങ്കിലും ഒരു 2 ആഴ്ച കണ്ടിന്യൂ ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അതുപോലെ അറിയപ്പെടാത്ത രഹസ്യം, ആ സമയത്ത് ജയൻ സാറിന് മരിച്ചതിന് ശേഷം കുറെ പടം വന്നിരുന്നു. തടവറ, ദീപം സാറിന് അത് ശേഷമാണ് ഇവിടെ വന്നത്. കാരണം ഇത് 3rd ക്ലാസ്, അന്ന് 2nd ക്ലാസ് തിയേറ്ററല്ലേ. അതായത് കണ്ണൂരിലും വന്നതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വരിക. അങ്ങാടി കുറെ പ്രാവശ്യം കണ്ടിരുന്നു. കോഴിക്കോട് വെച്ച് ഷൂട്ടിങ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെറിയ പയ്യനായതുകൊണ്ട് നമുക്ക് അവിടെ പോകാനൊന്നും അവസരം കിട്ടിയില്ല. ജയൻ സാറിനെ നേരിട്ട് കാണണമെന്നില്ല വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ അറിഞ്ഞത് ജയൻ സാറ് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു പുസ്തകം, ഞാൻ പയ്യന്നൂർ ബോയ്സ് സ്കൂളിലാണ് ഞാൻ പഠിക്കല്. അപ്പോൾ വരുന്ന സമയത്ത് അവിടെ കണ്ടു ജയൻ അമേരിക്കയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഞാൻ ആകെ കോരിത്തരിച്ചു പോയി. ഞാൻ ഉടൻ തന്നെ എന്റെ കയ്യിൽ പൈസ കൊണ്ടൊക്കെ അത് ആ പുസ്തകം വാങ്ങി
ജയൻ സാർ അമേരിക്കയിലാന്ന് അറിഞ്ഞപ്പോൾ കുറേ നാൾ ഞാൻ വളരെ സന്തോഷിച്ചിരുന്നു. പക്ഷെ അതൊരു ഫേക്ക് ന്യൂസ് ആണ് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എങ്കിലും ജയൻ സാറിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് ഞാൻ അന്ന് കുറേ നാൾ പ്രതീക്ഷിച്ചു. കാരണം ഇത് സത്യമാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഒരു വികസനം ശരിക്കും പറഞ്ഞാൽ ജയൻ സാറിന്റെ ഒരു കടന്നുവരവ് അവിടെ. ആക്ഷൻ ഹീറോ ജയൻ സാർ. ജയൻ സാർ ആക്ഷൻ ഹീറോ. അതെ, അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ മാത്രമല്ല, ജയൻ സാറിന്റെ ഒരു സൂപ്പർ സ്റ്റാർ, ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. ശരിക്കും അങ്ങനെ ഒരു ആദ്യത്തെ മലയാളത്തിലെ. അതിനു മുമ്പേ നമ്മളിപ്പോ നസീർ സാറിന്റെയും മധു സാറിന്റെയും ഒക്കെ സിനിമ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്കത്ര ഒരു ഇതായി തോന്നിയില്ല. അപ്പൊ ജയൻ സാറിന്റെ സിനിമ കാണുമ്പോഴാണ് നമുക്ക് തോന്നിയത് ഒരു സിനിമ എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ജയൻ സാറിന്റെ ഒരു നമ്മളൊക്കെ വിട്ടുപോയെങ്കിലും ജയൻ സാർ ഇന്ന് എന്റെ മനസ്സിലും ഇന്നും ജീവിക്കുന്നു. അത് ഞാൻ കാണുന്നത് ജയൻ സാറിന്റെ സീനൊക്കെ കണ്ടിട്ട്. കാരണം ജയൻ സാർ ഒരിക്കലും മരിക്കുന്നില്ല എന്ന് ഒരുപാട് മലയാളികൾ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം അത് ഞാനിപ്പോ നമ്മൾ പല പരിപാടികളിലും പങ്കെടുക്കാൻ ഞാൻ പോകലുണ്ട് ജയൻ സാറിന്റെ. അപ്പൊ അവിടെയൊക്കെ കൊല്ലത്ത് ഞാൻ ഇപ്പൊ അടുത്ത് കുറെ വർഷമായി ഞാൻ സ്ഥിരമായിട്ട് കൊല്ലത്ത് പോകാറുണ്ട്. ഇത് നവംബർ 16. അപ്പൊ ഈ നവംബർ 16 അവിടെയിലെ ആരാധകരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ചെറുതാണെന്ന്. കാരണം എന്നെക്കാളും വലിയ ആരാധകരുണ്ടോ എന്ന് എനിക്ക്. കാരണം എന്താ വെച്ചാൽ എല്ലാ വർഷവും നവംബർ 16 കൊല്ലത്ത് പോകുന്ന ജയൻ ആരാധകരുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇത്. ഞാനിപ്പോഴൊക്കെ അടുത്താണ്, കുറച്ച് വർഷമായിട്ടാണ് പോകാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാ വർഷവും അവിടെ പോയി ആ പ്രതിമയിൽ മാല ചാർത്തി വരുന്ന ആൾക്കാർ കുറെ ഉണ്ട്. അപ്പൊ അവരെ കാണുമ്പോൾ ഒന്നുകൂടി എനിക്ക് ഒരു ഊർജം കിട്ടി. ഒരുപാട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുറെ ഉണ്ട്. ജയൻ സാറിന്റെ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെല്ലാം ഞാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്നും അതില് ജയൻ സാറിന്റെ സിനിമകളെ പറ്റി ചർച്ച ചെയ്യാറുണ്ട്, പുതിയ പരിപാടികളെ പറ്റിയും. പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജയൻ സാറിന്റെ ഒരു സ്മാരകം വേണമെന്നാണ്. വെറും ഇതിൽ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങിയാൽ പോലെ കുറെ പരിപാടികൾ നടത്തി. കാരണം നമ്മുടെ കാലശേഷവും പുതിയ തലമുറക്ക് ജയൻ സാറിന്റെ ഇത് ജയൻ സാറിനെ അറിയാൻ വേണ്ടി നമുക്ക് സ്മാരകങ്ങൾ വേണം. അതാണ് എന്റെ ആഗ്രഹം. അത് ആ ആഗ്രഹം കഴിയുന്നതും ഞാൻ എന്റെ ഇവിടെ ഒരു ജയൻ സാറിന്റെ ഒരു പ്രതിമ നിർമ്മിക്കാനുള്ള എല്ലാവരും ഒരു പ്രതിമയും നിർമ്മിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ഇതില്ല, നോക്കും മുന്നോട്ട് എങ്ങനെയാണെന്നില്ല. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് കുറെ വർഷമായി, 5-8 വർഷമായി. ഇതിന് ഞാൻ നമുക്ക് എന്റെ ചെലവിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എപ്പോഴും എല്ലാ മാസവും ജയൻ സാറിന്റെ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ വാങ്ങാനും അതിനു വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ മാറ്റി. ഈ പോസ്റ്ററിലൊക്കെ എവിടെ നിന്ന് വാങ്ങുക? ഇത് നമ്മള് ഇവിടെ തന്നെ പോസ്റ്റർ അടിക്കുന്നിടത്ത് തന്നെ. ഇത് നമ്മള് പലതും ഡിസൈൻ ചെയ്തിട്ടാണ്. പലതും ജയൻ സാറിന്റെ സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാല് അത് നമുക്കിപ്പം യൂട്യൂബിലും ഗൂഗിളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് പഴയ കാലത്തെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ആ ഫോട്ടോ. പക്ഷെ പലരും ഇന്നും അത് സൂക്ഷിച്ചവരും. ഞാൻ പട്ടാളത്തിൽ പോയത് കൊണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 10-20 വർഷത്തിന് ശേഷം അത് ഞാൻ മടങ്ങി വരുന്നു. ജയൻ സാർ 117 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 117 സിനിമകൾ. അതൊക്കെ ഏതാണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരുവിധം എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. തീരെ ചെറിയ സംഭവങ്ങളിലൊന്നും അത് നമുക്ക് കാണാനുള്ള അവസരം കിട്ടിയില്ല. എങ്കിലും യൂട്യൂബിൽ നിന്നൊക്കെ ഞാൻ കുറെ സിനിമ കണ്ടു. ഒരുപാട് സിനിമകൾ ഇല്ലല്ലേ യൂട്യൂബിലൊക്കെ? യൂട്യൂബ് കുറെ ഉണ്ട്, കുറെ ഇല്ലാത്തതും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ഇനിയും അതില് ലോഡ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇതിന് ആ പഴയ കാലത്ത് റീലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ ജയൻ ആരാധകർ എല്ലാം കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്യുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും പുതിയ സിനിമകൾ ഇനിയിപ്പോ വീണ്ടും ജയൻ സാറിന്റെ സിനിമകൾ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന 4K ആക്കിയിട്ട് വരുന്നുണ്ട്. ഒന്ന് ശരവഞ്ചരം, മീൻ, അതുപോലെ അങ്ങാടി. അപ്പൊ മീൻ ഫെബ്രുവരിയിലും അതുപോലെ ശരവഞ്ചരം ഇതിലായിരിക്കും ജനുവരിയിലോ? ജനുവരിയിൽ ആവാൻ സാധ്യതയില്ല. ഫെബ്രുവരിയിൽ ആയിരിക്കും. അത് ഞാനൊക്കെ പലതും പറയുന്നുണ്ട്. ഫെബ്രുവരി അല്ലെ ജനുവരി ഇതിലൊക്കെയാണ് പറയുന്നത്. ഫെബ്രുവരിയിലാണ് മീൻ. പക്ഷെ ശരവഞ്ചരം അതിന് മുമ്പേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമായിരിക്കും. ഇതൊരു പറഞ്ഞിട്ടില്ല. മീൻ കൺഫേം ആണ്. മീൻ ശരവഞ്ചരം ഉണ്ട്.
അതുപോലെ പിന്നെ തടവറ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ നായാട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ സാറിന്റെ പിന്നെ അതുപോലുള്ള ഒരു കെടിലൻ ഒരു പോലീസ് ഓഫീസർ അത് പിന്നെ ആദ്യമായിട്ടാണ് അന്ന് മലയാള സിനിമയിൽ ഉണ്ടായത്. പക്ഷെ അതുപോലെയുള്ള കുറേ സിനിമകള് ജയൻ സാറിന്റെ വരാനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെയാണ് നമുക്ക് ദുഃഖം ഏറ്റവും കൂടുതൽ അതാണ്. ജയൻ സാറ് കുറെ നാള് ജീവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം സിനിമകള് 6 വർഷം കൊണ്ടാണ് ഇത്രയും ഈ ലെവലിലേക്ക് ലെവലില്. ശരിക്കും പറഞ്ഞാൽ 1978 മുതലാണ് ജയൻ സാറിന്റെ ആ ഒരു പിന്നെ അരങ്ങേറ്റം എന്ന് പറഞ്ഞാല് ശരിക്ക് പിന്നെ തിയേറ്റർ കിടിലം കൊള്ളിച്ചു. ശരവഞ്ചരം മുതൽ ശരവഞ്ചരം കൊണ്ട് ആവേശം, പിന്നെ അതുപോലെ തന്നെ കുറെ സിനിമകളുണ്ടല്ലോ. സൂപ്പർ സ്റ്റാർ അതെ അതെ. ശരവഞ്ചരത്തിൽ ജയൻ സാർ ഒരു നെഗറ്റീവ്, അതായത് നായകനായ അതൊരു വളരെ ഒരു പിന്നെ ആദ്യമായിട്ടാണ് അന്ന് മലയാള സിനിമയിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം നായകനായിട്ട് വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ജനങ്ങളെ കിടിലം കൊള്ളിച്ചൊരു തിയേറ്ററുകളിലെല്ലാം. പിന്നെ ഞാൻ പോയ സമയത്തൊക്കെ അന്ന് ടിക്കറ്റിന് വേണ്ടിയിട്ട് വളരെ മത്സരിക്കണം, കുസ്തി പിടിക്കണം. മുമ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ പോലത്തെ അത്ര സിറ്റുവേഷൻ അന്നില്ല. പയ്യന്നൂർ അന്ന് സുമംഗലിയിലായിരുന്നു വന്നിരുന്നത്. ആ തിയേറ്റർ ഇന്നും ഉണ്ട്. കാലഘട്ടത്തിൽ 3 മണിക്ക് മാറ്റിനി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കേ പോയിട്ട് അവിടെ പിന്നെ മുമ്പിൽ നിൽക്കും. കാരണം ഞാനൊരു ചെറിയ പ്രായമല്ലേ. നമ്മുടെ കൂട്ടുകാരൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ കുറച്ച് ചെറിയ പ്രായമായിരുന്നു. അപ്പൊ മുമ്പില് നമ്മൾ നിന്ന് അങ്ങനെയൊക്കെ പിന്നെ വളരെ ഗുസ്തിയെല്ലാം പിടിക്കണം. അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് എടുക്കുക. കാരണം ജയൻ സാറിന് അന്ന് ആരാധന കയ്യടി. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ നടൻ ആരാണെന്ന് വെച്ചാൽ അത് എപ്പോഴും ജയൻ സാറാണ്. കാരണം തമിഴ്നാട്ടിൽ ഒരുപക്ഷെ പണ്ട് MGR അവരൊക്കെ കയ്യടി കുറെ നേടിയിട്ടുണ്ട്. അതുപോലെയാണ്. അതെ അതെ. അതിന്റെ ആ സമയത്ത് നസീർ സാറല്ലേ കൂടുതൽ സൂപ്പർ സ്റ്റാർ ഉണ്ടായത്. അതെ അതെ. അതിനുശേഷം ജയൻ സാർ വന്നതല്ലേ. മധുവും നസീർ സാറിന്റെയും മധുവിന്റെ ആയിരുന്നു കൂടുതൽ സിനിമകൾ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഓണത്തിനും വിഷുവിനൊക്കെ റിലീസ്. പക്ഷെ ജയൻ സാർ അതിൽ ഒരുപക്ഷെ പിന്നെ നസീർ സാറായിരിക്കും നായകൻ, സെക്കൻഡ് ഉപനായകനായിട്ടാണ് ജയൻ സാർ വരല്. പക്ഷെ അന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജയൻ സാറിന്റെ സിനിമ എന്ന് വെച്ചിട്ടാണ്. ഒരു നസീർ സാർ നായകനായിട്ട് ഇരുന്നില്ല ആ ഇതിലല്ല ഞാനൊന്നും പോയത്. ഞാൻ ജയൻ ഉണ്ട് എന്നില്ല ഒരു ഇതിൽ. ഇപ്പം ഇതില് നമ്മളെ ഒരു രാഗം പലതാളം അതിലിപ്പം ശരിക്കും പറഞ്ഞാൽ ജയൻ സാർ തന്നെയാണ്. പക്ഷെ മധു സെക്കൻഡ് ഉപനായകനെ പോലെ ആയി അതില്. അപ്പൊ അതിനുശേഷം പല പടങ്ങൾ ആക്രമണമൊക്കെ വരാനിരുന്നു. അതിലൊക്കെ അത് പിന്നെ കുറച്ച് ആക്രമണം ആ സമയത്ത് പിന്നെ തിയേറ്ററിൽ എത്തിയുമ്പോഴേക്കും ജയൻ സാറ് പിന്നെ അതില് ഒരു പകുതി മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ നായകനായി വരേണ്ടത് ജയൻ സാറായിരുന്നു. ഒരുപാട് ഷൂട്ട് ഇനിയുണ്ടല്ലേ. അതെ അതെ. അങ്ങനെ കുറെ സിനിമകൾ ജയൻ സാർ മനുഷ്യന് ശേഷം കുറെ കോമരം, പിന്നെ അതുപോലെ പിന്നെ അഹങ്കാരം, അതിലൊക്കെ ചെറിയ ചെറിയ ഓരോ സീനയില്ലെങ്കിലും നമ്മൾ ആ സിനിമ കാണാൻ പോയിരുന്നു. അഭിശേഷിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ എടുക്കാനുള്ളത് ജയൻ സാർ, അത് തുഷാരായിരുന്നു. അന്ന് തുഷാരം എന്ന സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജയൻ സാറാന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് വേൾഡ് റെക്കോർഡ് ആവേണ്ട ഒരു സിനിമയായിരുന്നു. എങ്കിലും മോശമില്ല, ആ പടം വിജയിച്ചിരുന്നു. കാശ്മീരിൽ വെച്ചില്ല ആദ്യത്തെ പിന്നെ ഒരു ഇവരെ പട്ടാള ഒരു സിനിമയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ജയൻ സാർ ആയിരുന്നു. കാരണം ഇത് ഒരുപാട് സാഹസികമൊക്കെ ഒഴിവാക്കിയിട്ടാണ് അന്ന് യു ശശി സാറ് നാനയിലൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സാഹസികതയൊക്കെ കുറച്ചിരുന്നു. പിന്നെ ആ ശരിക്കും പടം ഒന്ന് പിന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു പിന്നെ പേര് കിട്ടേണ്ട ഒരു പടമായിരുന്നു. പിന്നീട് ഒരു കാര്യമുണ്ട്, മറ്റൊരു കാര്യം ഞാൻ പറയാം. ജയൻ സാറ് തമിഴിലേക്കും തെലുങ്കിലേക്കും ഹിന്ദി സിനിമയിലേക്കെല്ലാം എത്തിച്ചേരേണ്ടതാണ്. പിന്നെ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, ജയൻ, പിന്നെ ചിരഞ്ജീവി ഇവരൊക്കെ വെച്ചിട്ടുള്ള ഒരു പടം ആ കാലഘട്ടത്തില് പിന്നെ പ്ലാൻ ചെയ്തിരുന്നു. തമിഴിലൊരു സിനിമ ഉണ്ടല്ലോ. തമിഴിലുണ്ട് മറ്റേ ഇത് കൂട്ടാത്ത പൂട്ട്. പിന്നെയും വേറെ സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ ജയൻ സാറിന് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ഡേറ്റ് ഒക്കെ കൊടുത്തിരുന്നു എന്നാണ് അന്ന് പറയാൻ കഴിഞ്ഞത്. ഇപ്പൊ ജയൻ അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു മാസികയിൽ ഞാൻ കണ്ടിരുന്നു ജയൻ സാർ വീണ്ടും തമിഴിലേക്ക് ഒന്നില്ലേ. അത് 80. കോളിളക്കത്തിന് ശേഷം കോളിളക്കത്തിന് ശേഷമാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ വീണ്ടും ജയൻ അഭിനയിക്കാൻ വേണ്ടി പിന്നെ ഇത് ഡേറ്റ് ഒക്കെ കൊടുത്തത്. ജനുവരിയിലായിരുന്നു. അമിതാഭ് ബച്ചനും പിന്നെ ഇത് 1981 ജനുവരിയില് ആണ് പിന്നെ ഷൂട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തത്. രജനീകാന്തിന്റെ, അമിതാഭ് ബച്ചന്റെയും ജയന്റെ സിനിമ. പക്ഷെ അത് പിന്നെ പോയില്ല. പിന്നെ ഹോളിവുഡ് സിനിമയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ശരിയാണെന്നറിയില്ല. ഹോളിവുഡ് സിനിമയൊക്കെ ഇംഗ്ലീഷ് പടങ്ങളുണ്ടല്ലോ. അതെ, ബോളിവുഡ് സിനിമയിലേക്ക് പോകാൻ ജയൻ സാർ ഒരു വർഷം കടന്നു പോകുന്ന എല്ലാരും പ്രതീക്ഷിച്ചിരുന്നു.
പക്ഷെ അതൊന്നും പിന്നെ അതാണ് ദൈവം ജയൻ സാറിന് അതിനെ അനുവദിച്ചില്ല. അതാണ് പറയാനുള്ളത്. അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് നമ്മ ഇന്നും പറയുന്നത് ജയൻ സാറിന്റെ മരണം. ജയൻ സാറിനെ വേഗം വിളിക്കണ്ടായിരുന്നു, കുറച്ചും കൂടെ ജീവിക്കാൻ അനുവദിക്കണമായിരുന്നു. അതേ ഉള്ളൂ. ആ ഒരു ദുഃഖമാണ് എനിക്ക് ഏറ്റവും. കാരണം എന്ന് വെച്ചാല് അതിനാണ് ഞാൻ എനിക്ക് ജയൻ സാറിനെ എന്റെ ആരാധന മൂർത്തിയായിട്ട് ഞാൻ ഇന്നും കൊണ്ടു നടക്കാനുള്ള കാരണം എനിക്ക് ദൈവങ്ങളെക്കാൾ ഞാൻ ഇന്ന് ആരാധിക്കുന്നത് ജയനെ. കാരണം ഞാൻ ദൈവത്തിന്റെ ഫോട്ടോയിൽ ഞാൻ ആരാധിക്കാറില്ല. ജയൻ സാറിനെ എന്നും രാവിലെയും ഞാൻ വൈകുന്നേരം ജയൻ സാറിന്റെ ഇത് പിന്നെ വിളക്ക് കൊളുത്തും ഫോട്ടോന്. അപ്പോ അതുപോലെ പുഷ്പാർച്ചനയും നടത്താൻ അത് എന്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ പിന്നെ അധികം പബ്ലിസിറ്റിക്ക് ഒന്നും വേണ്ടിയിട്ടൊന്നും ചെയ്തില്ല. പിന്നെയാണ് ഇപ്പോഴാണ് ഓരോ ആൾക്കാരൊക്കെ വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു പത്രക്കാരൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ജയൻ സാറിന്റെ രാവിലെ ഫോട്ടോത്തിന് ഞാൻ പുഷ്പാർച്ചന ചെയ്യും, അതുപോലെ തന്നെ ദീപം കൊളുത്തും. അത് എന്നും ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ അത് തുടരും. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ജയൻ സാറിന്റെ ഒരു പ്രതിമയുണ്ടെങ്കിൽ അതും നിർമ്മിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതും എല്ലാ ദിവസവും അതിന് ഞാൻ ഒരു പൂമാല ഇട്ടു കൊടുക്കും. കൊല്ലം വളരെ ദൂരമായി പോയി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പോയിട്ടൊന്നും വരാൻ പറ്റാത്തതുകൊണ്ട് ഏതായാലും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഞാൻ പോകും. അത് ഷുവറായിട്ട് എല്ലാ വർഷവും പോകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഒരു തൃക്കരിപ്പൂർ ഒരു ജയൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അവരിപ്പോഴും എല്ലാ പ്രാവശ്യം ഞാൻ അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു പരിപാടിക്ക് നവംബർ 16. പക്ഷെ ഇപ്പോ ഞാൻ ഇനി ഏതായാലും അതിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല. പകരം ഞാൻ കൊല്ലത്ത് ഓലയിൽ അവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിനെ ഒന്ന് പിന്നെ പ്രോത്സാഹിപ്പിച്ച് പിന്നെ കുറച്ച് നല്ല പോലെ വീണ്ടും ജയൻ സാറിന്റെ ഈ പിന്നെ പരിപാടികളൊക്കെ കൂടുതൽ നടത്താനുള്ള ഒരു പരിപാടി നോക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ആ കൊല്ലത്തിലുണ്ട് ഒരു ഓഡിറ്റോറിയം. വേറെ സ്മാരകം എന്ന് പറഞ്ഞൊരു പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല ഇതുവരെ. ഞാൻ പോണമെന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരു പിന്നെ ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് പോകാനിരുന്നത്. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു മെഴുകു പ്രതിമയുണ്ട് ജയൻ സാറിന്റെ. അതുപോലെ ഇത്രയും ഉണ്ട്. ഓഡിറ്റോറിയം ഒന്ന് പിന്നെ അവിടെ കൊല്ലത്താണ്. അടുത്ത പിന്നെ ഇതാ പഞ്ചായത്ത് ഓഡിറ്റോറിയം. അതെ അതെ അതെ. മുകേഷ് സാറ് പഴയ കാലത്ത് ജയൻ സാറിന്റെ ഒരു ആരാധകനായിരുന്നു. അത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ബൈജു, ഇവരൊക്കെ കുറെ നടന്മാരൊക്കെ മാത്രമേ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റില്ലോ. അതെ അതെ. അതൊരു കാര്യമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ സാറ് പിന്നെ സിനിമയിൽ ഉണ്ടാകുമ്പോൾ തന്നെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നേരെ മമ്മൂട്ടി അല്ല. മമ്മൂട്ടി പിന്നെ ശരിക്കും സ്ഫോടനം എന്ന സിനിമയിൽ ജയന് പകരക്കാരനായിട്ട് തന്നെ വന്നത്. അത് അന്ന് പിന്നെ ശബ്ദം ഡബിങ് ജയന്റെ ആ ഒരു മോഡൽ ഡബിങ് ആണ്, മമ്മൂട്ടിന്റെ അല്ല ആ സിനിമയിൽ. പഴയകാലത്ത് സ്ഫോടനം സിനിമ കണ്ടാൽ അറിയാൻ കഴിയും. അതുപോലെ രതീഷ് വന്നിരുന്നു. പിന്നെ ഭീമൻ രഘു വന്നു. പക്ഷെ അതൊന്നും നമ്മൾ ആർക്കും ഒരു ജയൻ സാറിന്റെ ഒരു സിംഹാസനം കൈയടക്കാൻ ആരെ കൊണ്ടും കഴിയും. രതീഷ് ഇതില് സഞ്ചാരി എന്ന സിനിമയില് അതുണ്ട്. അന്ന് പിന്നെ ഞാൻ സിനിമ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാല് ആ മോഹൻലാൽ നമ്മൾ സഞ്ചാരി റിലീസ് പിന്നെ പടം തന്നെ കണ്ടിരുന്നു. പക്ഷെ ആ സിനിമയില് മോഹൻലാൽ അന്ന് മോഹൻലാൽ എന്നില്ല എനിക്കറിയില്ല. പിന്നീട് കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ ഈ ആ ഒരു നടനാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണെങ്കിലും അന്ന് ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് ഒരു റൊമാൻസ് സിനിമയായിരുന്നു. പിന്നെ അത് നമുക്കങ്ങനെ ഒരു നമ്മളൊക്കെ ഒരു ആക്ഷൻ കാണുന്ന ആളല്ലേ. അപ്പോ പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള് 2ാം വാരം 3ാം വാരം എന്നെല്ലാം വന്നപ്പോഴാണ് ഞാൻ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അപ്പോഴേ എനിക്ക് തോന്നി നമ്മളെ സഞ്ചാരിയിൽ ഇയാളല്ലേ ഇത്. ഇന്ന് സൂപ്പർ സ്റ്റാർ ആയ അതിനുശേഷം അല്ല ജയൻ സാർ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇന്നത്തെവരിൽ ആരുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. മോഹൻലാൽ സാർ പിന്നെ എങ്ങനെയായാലും വരും. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പറയാൻ കഴിയില്ല. കാരണം എങ്ങനെയായിരിക്കും. കാരണം എന്ന് വെച്ചാല് കാരണം ഒരേ വർഷം എത്രയോ കാലം വരെ ഒരുപക്ഷെ ജയൻ സാറിനെയും അവരെ ഒരു ടീമിന് ആ കാലഘട്ടത്തിലുണ്ടായ നസീർ, മധു, ജയൻ, പിന്നെ സുകുമാരൻ സോമൻ, കാരണം ഇവർ തന്നെ ആയിരിക്കും പിന്നെ മുന്നോട്ട് കൊണ്ടുപോലും. പിന്നീട് അതിനുശേഷം ആരൊക്കെ കടന്നു വരുന്നൊന്നും പറയാൻ കഴിയും. എല്ലാ പ്രമുഖ സംവിധായകരും കാരണം ജോഷി സാറും മറ്റേ ഇവര് IV ശശി സാറിന്റെ സിനിമകളിലൊക്കെ ജയനായിരിക്കും നായകൻ. അതുപോലെ ഹരിഹരൻ സാറിന്റെ. പിന്നെ അതിനിടയിൽ ഒരാൾ കടന്നു സാധ്യത കുറവാണ്. കാരണം പുതിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ലായിരുന്നു.
പിന്നെ മോഹൻലാല് പിന്നെ ഒരു കാര്യമുണ്ട്, കുറെ വർഷങ്ങൾക്ക് ശേഷം രാജാവിന്റെ മകൻ എന്ന സിനിമയിലാണ് ആണ് സൂപ്പർ സ്റ്റാർ പദവി കിട്ടിയത്. കുറെ വർഷം നല്ലോണം സൂപ്പർ സ്റ്റാർ 86 അന്ന് ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. ജയൻ സാറിന്റെ ആരാധന ഏത് സിനിമ മുതലാണ്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജയൻ സാറിന് ആദ്യം ഇഷ്ടപ്പെട്ടത് ശരവഞ്ചരത്തിന് മുന്നേ തച്ചോളി അമ്പു എന്നൊരു സിനിമയാണ്. തച്ചോളി അമ്പു സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് പിന്നെ ജയൻ സാറിന്റെ അതിന്റെ ഒരു മുതലെടുത്തും ഡബിളാണല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോഴേക്കാണ് ജയൻ സാർ എന്ന് പറയുന്ന ഒരു നടൻ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നില്ലേ ഇതാവും. പിന്നീട് ഞാൻ ശരവഞ്ചരം കണ്ടു, പിന്നെ ആവേശം. ജയൻ സാറിന് അധികം സീനില്ല അല്ലേ? ഉണ്ട്. ജയൻ സാർ രണ്ടാണ്, ഡബിൾ റോളാണ്. ആദ്യത്തെ ഒരാൾ മുതലെടുത്തല്ലായിട്ട് അത് കഴിഞ്ഞു, പിന്നീട് അയാളെ മരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അയാളെ മകനായിട്ട് വീണ്ടും അത് പിന്നെ എം.എൻ. നമ്പ്യാറിന്റെ കൂടെ നെഗറ്റീവ് അല്ല കഥാപാത്രം, നെഗറ്റീവ് ഒന്നല്ല ആ കഥാപാത്രം മെയിനായിട്ട് കച്ചോടി അമ്പുമായിട്ട് നസീർ സാറാണ്. അപ്പൊ ജയൻ സാറിന് അത് കണ്ട് പിന്നെ ആവേശം എന്നൊരു സിനിമയിലെത്തുമ്പോൾ അതിൽ പിന്നെ കരടിയായിട്ടും മല്ലിടനും പിന്നെ പുലിയായിട്ടും ഒക്കെ അതിലും ഉണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ പറയാൻ വേണ്ട, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വിചാരിക്കണമെന്നറിയാം, ഒരു വ്യാഴാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ച എന്താണ് പുതിയ സിനിമ ജയൻ സാർ ഉണ്ടോ. നമ്മളിവിടെ അടുത്തൊരു കച്ചവട ഒരു പീടിയുണ്ട്, ആ കടയിൽ അവിടെ പോസ്റ്റർ ഒട്ടിക്കലുണ്ട് സുമംഗലി ശോഭേന്റെ. അപ്പൊ അവിടെ പോയി നോക്കും, ഏതാണ് വൈകുന്നേരം ആകുമ്പോഴേക്ക് അതാണ് വ്യാഴാഴ്ച അറിയാൻ പറ്റും ഏതാ സിനിമ. അപ്പൊ അതിൽ ജയൻ സാർ ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമാവുന്നല്ലേ? എല്ലാ പ്രേക്ഷകർക്കും, കുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാവർക്കും ഒരേപോലെ ജയൻ സാറിന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാരണം ജയൻ സാറിന്റെ പിന്നെ അങ്ങാടി, കരിമ്പന ഇങ്ങനെയുള്ള കുറെ പിന്നെ ഒരു ഇത് സാമൂഹിക സിനിമ ഇത് വന്നില്ല. അതിൽ പ്രത്യേകിച്ച് അങ്ങാടി പറഞ്ഞാല് കേരളത്തിലെ തിയേറ്ററുകൾ കെടിലം കൊള്ളിച്ചു. അത് പിന്നെ അതിലത്തെ ഇംഗ്ലീഷ് ഡയലോഗില്ലേ, വാട്ട് ഡിഡ് യു സേ, ആ ഒരു പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ വളരെ ഹരം കൊള്ളിച്ചത്. ആക്ഷൻസ് ആദ്യമൊക്കെ ആക്ഷനിലായിരുന്നെങ്കിലും അങ്ങാടി നല്ല ആക്ഷൻ ഉണ്ടല്ലോ, ആക്ഷൻ ഉണ്ട്, പക്ഷെ അതൊരു ഇതൊന്നല്ല, ഒരു സാമൂഹിക ഒരു സിനിമയാണ്. സമൂഹത്തിലെ അനീതിക്കെതിരെ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു യുദ്ധ ഇതാണല്ലോ, ഒരു മത്സരത്തിന്റെ സമരത്തിന്റെ കഥയായിരുന്നു. ക്യാരക്ടർ റോൾ അങ്ങനെ ഇല്ലല്ലോ, ഇതാണ് സിനിമ ഉണ്ടല്ലോ അനുപല്ലവി ഉണ്ട്. പിന്നെ അതിൽ ഭയങ്കര കോമഡി, ജയൻ സാർ ഭയങ്കര കോമഡി പിന്നെ ആക്ടറും കൂടിയാണ്. അതിൽ കരിമ്പനിയിലില്ലേ ഭയങ്കര കോമഡിയാണ്. ആ സംഭവം ഇന്ന് കാണുമ്പോൾ നമുക്കൊരു കാര്യം, ഒരു 1980, 85 കാലഘട്ടത്തിലുള്ള പല പിന്നെ പ്രിയദർശൻ സാറിന്റെ സിനിമകളിലെ ഇന്ന് കോമഡി കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നില്ല, ഒരു കോമഡി ആയിട്ട് അത് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്തെല്ലാം വീട്ടിലെടുക്കും. പക്ഷെ അങ്ങനെയല്ല, കരിമ്പനിയിലൊക്കെ ആ ഒരു കോമഡി ജയം കാണിച്ചത് അത് എന്നും നമുക്കൊരു ചിരിക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം ആ കാലഘട്ടത്തിൽ നമുക്ക് ജയൻ സാർ എന്താണെന്ന് അറിയണമെങ്കിൽ 1980 കാലഘട്ടത്തിലെ 85 കാലഘട്ടത്തിലൊക്കെ ഉള്ള സിനിമകൾ എടുത്ത് കണ്ടു നോക്കണം, എന്നിട്ട് ജയൻ സാറിന്റെ സിനിമ കാണും. അപ്പൊ അതിൽ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയും. ചിലര് പറയുന്നുണ്ട് പിന്നെ ജയൻ സാറിന് അധികം അഭിനയിക്കാൻ അറിയില്ല, ആക്ഷൻ മാത്രമേ അറിയില്ല. അല്ല, ജയൻ സാറിന്റെ അഭിനയല്ലേ എല്ലാം. ഇതിപ്പോ നിങ്ങള് കരിമ്പനി ആയാലും, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ ആൾക്കാർ കണ്ടില്ല, കണ്ട മൊത്തം ഇതൊക്കെയാണ് അങ്ങാടിയും ആക്ഷൻ അങ്ങാടിയിലെ ഞാൻ ഒരു ആക്ഷൻ സിനിമയായിട്ട് പറയില്ല ഒരിക്കലും. അങ്ങാടിയിലെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് ഡയലോഗും പിന്നെ 2-3 ഫൈറ്റ് സീനുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു കുടുംബകഥ. അന്ന് സമൂഹത്തിൽ നടക്കുന്ന ശരിക്കില്ല മുതലാളി തൊഴിലാളി അവരെ സമരത്തിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെയും ഒക്കെ കാണിക്കുന്ന ഒരു നമ്പർ 1 പിന്നെ സിനിമയാണ് ഇത് അങ്ങാടി. എല്ലാ കാലത്തും അതിന്റെ ആ ഒരു പിന്നെ മൂല്യം അങ്ങനെ നിലനിൽക്കും. അതുപോലെ തന്നെയാണ് പിന്നെ കരിമ്പന എന്ന സിനിമ അന്നത്തെ പിന്നെ ഇത് നമ്മളെ പനങ്ങളിലൊക്കെ ഏറി മറ്റേ അവരുണ്ടാക്കുന്ന അവര് ജീവിക്കുന്ന ആ ഒരു കഷ്ടപ്പാടിന്റെ അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് അതൊക്കെ എടുത്തിരുന്നല്ലോ, അതിലും ഒരു നമ്മളെ IV ശശി സാറിന് മാത്രം കഴിയുന്ന ഒരു സംഭവം. പിന്നീണ്ടല്ലോ IV ശശിനെ വേറെയും സിനിമയിലുണ്ടല്ലോ, മീൻ എന്ന സിനിമ അന്ന് കടപ്പുറത്ത് കൊല്ലത്ത്. അതെ, അന്ന് കടപ്പുറത്ത് ഉള്ള ഇത് മത്സ്യത്തൊഴിലാളികളുടെ ശരിക്ക് ഒരു പിന്നെ ജീവിത കഥയാണ് മീൻ എന്ന സിനിമയിൽ കാണിക്കുന്നത്.
മീൻ എന്ന സിനിമ വീണ്ടും ഒരു തരംഗം കുറിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നും പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതകഥ വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യം അതിൽ 1980 എന്താണെന്ന് 79 ആ സിനിമ പുറത്തിറങ്ങി, അല്ല 80 മീൻ 80 ആ 80. അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് വീണ്ടും കാണാം തിയേറ്ററിൽ. നല്ല ഒരുപക്ഷെ എല്ലാ ദിവസവും ഞാൻ എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരാഴ്ച കഴിച്ചിട്ടുണ്ട്, ഒരാഴ്ച ഞാൻ ആ സിനിമ കാണും. പിന്നെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ജയൻ സാറിനെ കൊലപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണ്. അതല്ല, അത് ഒരു കാര്യമുണ്ട്. സാറിന് വിശ്വസിക്കുന്നത് ഹെലികോപ്റ്റർ എന്ന, ഞാൻ ഹെലികോപ്റ്ററിൽ കയറിയ ഒരു വ്യക്തി തന്നെ. നമുക്ക് ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ കയറിയാല് ഇരിക്കുമ്പോ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയിട്ട് താഴോട്ട് നോക്കുമ്പോ, കാരണം നമുക്ക് പേടിയാണ്. ദൈവമേ, ഞാൻ ഇവിടുന്ന് BSF ഹെലികോപ്റ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പൊ താഴോട്ട് നോക്കുമ്പോ എനിക്ക് വളരെ പേടി തോന്നിയിട്ടുണ്ട്. അതൊരു പെട്രോളിംഗ് ആണ്. നമ്മള് പിന്നെ BSF ഒരു പെട്രോളിംഗിലാണ് ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ കാണുന്ന വെച്ചാല് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും തല ചുറ്റും. ആ ഒരു ഹെലികോപ്റ്റർ പിടിച്ചിട്ടാണ്, അതും അന്ന് പിന്നെ അത്ര ഒരു പിന്നെ നല്ലൊരു ഹെലികോപ്റ്റർ ഒന്നും അല്ല. അത് മരുന്നടിക്കുന്നതാണെങ്കിലും സംഭവം ഹെലികോപ്റ്റർ തന്നെ. ഒരു ഒരു ഹെലികോപ്റ്റർ ഇല്ലേ, അതല്ലേ രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്നതാണല്ലോ. ആർമിന്റെ ഹെലികോപ്റ്ററും മരുന്നടിക്കുന്ന ഹെലികോപ്റ്ററും രണ്ടും വ്യത്യാസമില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ഹെലികോപ്റ്റർ പിന്നെ ഇത് മാത്രല്ല പല ഹെലികോപ്റ്ററും തകർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പിന്നെ BSF ആർമിയിലും അവിടെയൊക്കെ ഹെലികോപ്റ്റർ തകരുന്നുണ്ട്. അതിലിപ്പോ അതുകൊണ്ടല്ല, ഇതിനിപ്പം ബാലൻസ് തെറ്റാനാ സാധ്യത. കാരണം ജയൻ സാറിന്റെ വെയിറ്റ് തൂങ്ങിയപ്പോ പെട്ടെന്ന് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെടാനാ സാധ്യത. അപ്പൊ അത് പിന്നെ മറ്റൊന്നുമല്ല. എന്താണ് ജയൻ സാർ സ്വയം വിളിച്ചു വരുത്തിയ ഒരു മരണം വീണ്ടും ഒരു ചെയ്യാനും. കാരണം കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അപകടം നടക്കുമ്പോൾ ജയൻ സാർ ഒന്നും ഓർത്തില്ല. എന്റെ കുറെ ആരാധകര് ഈ ഭൂമിയിലുണ്ട്, കേരളത്തിലുണ്ട്. അതുപോലെ എന്റെ ഒരു കുടുംബമുണ്ട്. അതൊന്നും ചിന്തിക്കാതെ വളരെ പിന്നെ സാഹസിക കാണിക്കാനുള്ള ഒരു മനസ്സ് വന്നു. അതിപ്പോ ആര് പറഞ്ഞാലും നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല. ഒരുപക്ഷെ എല്ലാവരും ഉദ്ദേശിച്ചു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിരുന്നു, ഈ പിന്നെ ഹെലികോപ്റ്റർ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് നസീർ സാറും പറഞ്ഞിരുന്നു ജയനോട് പിന്നെ നിങ്ങള് കുറച്ചൊക്കെ ഡ്യൂപ്പിയൊക്കെ എടുക്കണമെന്ന്. അതുപോലെ ജയഭാരതി, അന്ന് ജയഭാരതി പറഞ്ഞാല് അവരെ അമ്മാവനെ മകളാണ്, കസിനോ. അപ്പൊ ആ ഒരു ഇത് കാരണം എന്ന് വെച്ചാല് നമുക്ക് ഓരോ വ്യക്തിയോട് ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയോട് അധികം നമുക്ക് അവരെ റിക്വസ്റ്റ് ചെയ്യാൻ കഴിയും. ജയൻ സാർ ഒരു വ്യക്തിത്വമുള്ളൊരു അങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം സ്വയം ഒരു തീരുമാനം എടുത്ത് ചെയ്യുന്ന ആളായിരുന്നു. അതെനിക്കറിയാം, അത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും വായിക്കുമ്പോഴും. ഈ പീരിമേഡിന്നല്ലേ ജയൻ സാർ എവിടേക്ക് പോകുന്നത് ലൊക്കേഷനിലേക്ക്? അതെ, ഏതോ ഒരു ഷൂട്ടിംഗ് അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിലാണ് പിന്നെ 2 ദിവസത്തേക്ക്. അപ്പോഴേക്ക് പിന്നെ നസീർ സാറും ജയഭാരതി സാറും ആ സെറ്റിൽ ഉണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പേ അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു അത് സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം. കാരണം ഹെലികോപ്റ്റർ ഇത് ഭൂമിയിലെ ഒരു സംഭവമാണെങ്കിൽ ജയൻ സാറിന് എങ്ങനെയും കൺട്രോൾ ചെയ്യാം. ഇത് മേലെയല്ലേ, വായുവിൽ നടക്കുന്ന ഒരു സംഭവം. അതിനു മുമ്പ് അപകടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അപകടത്തിലൊക്കെ ചെറിയ എന്തായാലും ആനേന്റെ കൂടെ എന്നല്ല, അതിന് മുന്നേ ഏതോ ഒരു പടത്തിൽ മൂർഖൻ സിനിമയില് ബുള്ളറ്റ് എടുത്തിട്ട് ആ ഫൈറ്റ് സ്വന്തമായി ചെയ്തുകൊണ്ട് ആ ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ. അപ്പൊ അത് അന്ന് ജോഷി സാറ് അന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു, അന്ന് ജയൻ എന്തെങ്കിലും അപകടം പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ജയൻ ജീവിച്ചിരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്ന് വീണിരുന്നു. ഒരു പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് വീടിന് പക്ഷെ ഒന്നും പറ്റിയില്ല. ഒരുപാട് അപകടം എന്തൊക്കെ ചെയ്യുന്നത് നമ്മളൊരു എങ്ങനെയായാലും നമ്മളിപ്പോ തെങ്ങിന് മേലെ കയറുന്ന തേങ്ങ പറിക്കാൻ കയറുന്ന ആള് ഇനി എന്തായാലും ഒരു നാൾ അയാൾ വീഴും. പലരും അങ്ങനെ വീണതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള സാഹസിക രംഗം ആര് ചെയ്താലും ആ സാഹസിൽ ഒരു ദിവസം നമുക്കൊരു അപകടം സംഭവിക്കും. എല്ലാ ദിവസവും നമ്മുടെ താവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുന്നത്? ഞാനിപ്പം എത്രയോ വർഷങ്ങളായി ഞാൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം എന്റെ ഒരു മോശം സമയം വന്നാൽ ആ സമയത്ത് സംഭവിച്ചുകൂടാന്നില്ല. എന്റെ തെറ്റുവാണെന്നില്ല, എതിരാളികളായ എന്റെ എതിർദിശയിൽ നിന്ന് വരുന്ന ഒരു വാഹനം, ആ വാഹനത്തിന്റെ അയാൾക്കൊരു പിന്നെ മിസ്റ്റേക്ക് വന്നാൽ മതി. അപ്പൊ നമുക്ക് സംഭവിക്കാം. അതുപോലെ റോഡിൽ നടക്കുന്നതായാലും വായുവിൽ നടക്കുന്നതായാലും ഇനി കടലിൽ നടക്കുന്നതായാലും അപകടം ഏത് സമയത്തും വരാം. പിന്നെ അദ്ദേഹം അത്രയും ധൈര്യവാനായതുകൊണ്ട്
ഇതിനൊക്കെ പിന്നെ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാത്ത ഒരു സംഭവമുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഒരുപക്ഷെ ഭാര്യയൊക്കെ ഉപദേശിക്കായിരുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അല്ല അതൊന്നും അത് അതിലൊന്നും നമ്മൾ യാതൊരു വിധ ജയൻ സാറിന ഇപ്പൊ ഇന്ന് മലയാള സിനിമയിൽ ആ തുടക്കം മുതൽ ഇന്ന് വരെയിൽ ഏറ്റവും നല്ലൊരു വ്യക്തി എന്നാണ് എല്ലാ സ്ഥലത്തും. ഞാൻ അവിടെ പോയിരുന്നു, കൊല്ലത്ത് പോയിരുന്നു, അവിടെ അയൽവാസികളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ജയൻ സാറിനെ കുറിച്ച് ആർക്കും ഒരു മോശമല്ല, നല്ലത് വളരെ നല്ലത്. നമുക്കൊക്കെ വളരെ ഒരു പ്രായയുടെ സ്ത്രീ, ഒരു KCB-യിലൊക്കെ വർക്ക് ചെയ്ത ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നും അതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ ഏരിയ ഈ നമ്മളെ നാടില് എന്തൊക്കെയോ മാറ്റം വരുമായിരുന്നു. കാരണം ഭയങ്കര ദാനശീലനും ഒക്കെയാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് സഹായിച്ചല്ലേ. പിന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ജയൻ സാറ് പലപ്പോഴും അവര് പറയാറുണ്ട് രാത്രിക്കാ നിർത്തല് അവര് വീട്ടില് ഷൂട്ടിങ്ങിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷം വീട്ടിലെത്തിയ പലപ്പോഴും വരാറുള്ളൂ. എങ്കിലും ഇവരൊക്കെ രാത്രിക്ക് പോയിട്ടാണ് നിൽക്കും. എല്ലാവരോടും നല്ല പെരുമാറ്റം. അതാണ് എല്ലാവരും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നല്ലോ. അതൊക്കെ ഉണ്ട്. അതിന് നസീർ സാറും ജയൻ സാറൊക്കെ മുമ്പിലാണ് ആ കാലഘട്ടത്തിൽ. നസീർ സാറിൽ നിന്നാണ് ജയൻ സാർ എനിക്കൊന്ന് ഈ കാരുണ്യത്തിന്റെ ഒരു ഇത് കൂടുതൽ പഠിച്ചു. കാരണം നസീർ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ജയൻ. ജയൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നിതിർ സാർ ഉദ്ദേശിച്ചത്. ജയൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് നിതിർ സാർ ഉദ്ദേശിച്ചത്. അതെ അതെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മാറി. അതെ അതെ ജയൻ സാർ, അതായത് നസീർ സാറിന് വളരെ ഇഷ്ടമായിരുന്നു ജയൻ സാറിന്, അതുപോലെ ജയൻ സാറിന് വളരെ ഇഷ്ടമായിരുന്നു നസീർ സാറിന്. അതുകൊണ്ടാണ് പല സിനിമകളിലും നസീർ സാറിന്റെ സിനിമകളിൽ ഉപനായകനായിട്ട് അഭിനയിക്കാൻ ജയൻ സാർ തയ്യാറായി. അതൊരു സ്നേഹബന്ധം. അതാണ് ഇപ്പോൾ. അതൊക്കെയാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നീട് നമ്മൾ വന്നു ഇവിടെ ഇപ്പോഴും ഇന്നും നടത്തുന്ന നമ്മളെ മനസ്സിലൊക്കെ ജയൻ സാർ ഇന്നുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോ ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ജയൻ സാറിന്റെ ഈ പരിപാടികൾ ഞാൻ നടത്തും. അത് ഷുവറാണ്. വീട്ടുകാരൊക്കെ വീട്ടുകാരും എതിരൊന്നുമില്ല. സപ്പോർട്ട് ഉണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഈടിലെ നാട്ടിലത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും പറയാറുണ്ട് നമ്മളെ ബാബു പണ്ട് അങ്ങനെ ജയലിലാണ് ആ ഒരു ഇത്. അവനോ അതോ അവളോ ഇത് നല്ല ഒരു അടിപൊളി പടം. കുറ്റാന്വേഷണ കഥ. അവനോ അതോ അവളോ ജയൻ സാർ. അതെ CID. ഇതിന് CID ആണ്. അതിൽ ഇത്തിക്കരപ്പക്കില് അടിമക്കണ്ണെന്നില്ല അടിമക്കണ്ണൻ. അത് നല്ല അറിയപ്പെടാത്ത അത്. പിന്നെ ജയൻ സാറിന്റെ ഏറ്റവും ഒരു ആനയോടൊക്കെ ശരിക്കും സംഘടന അത് ഒറിജിനൽ ദുഃഖില്ലാണ്ട് അഭിനയിക്കാന്നൊക്കെ പറയണം. നായാട്ട് എന്നാൽ ഏതൊരു സ്വപ്നം നല്ലൊരു കഥയില്ല. ഒരു സ്വാമിയായിട്ടാണ് ഇതില്. പിന്നെ അതിൽ നല്ല 2 തരത്തിലെ വേഷമുണ്ട്. ഒരിക്കൽ താടി വെച്ചിട്ട് സ്വാമിയായിട്ടും അതുപോലെ തന്നെ സാധാരണ ഒരു ശ്രീകുമാരൻ തമ്മിലല്ലേ. ശ്രീകുമാരൻ തമ്മിൽ അടവുകൾ 18 പിന്നെ ഇതാണ് വില്ലൻ ആണെങ്കിലും അത് ഭയങ്കര ആക്ഷനാണ്. അല്ലെങ്കിൽ രവികുമാര നായകനെങ്കിലും ജയനാണ് പിളങ്ങിയതൊരു ജയനാണ്. പിന്നെ തച്ചോളിയമ്പു പിന്നെ പഞ്ചപാണ്ഡവർ ഇത് പിന്നെ റിലീസ് ആയില്ല. ഇതില് അന്ന് ആ കാലഘട്ടത്തില് കുറെ നിർമ്മാതാക്കള് തമ്മിൽ ചെറിയ എന്തോ ഒരു തമ്മിൽ അടിപിടിയാണ്. ബ്ലാക്ക് വൈറ്റ് അല്ലേ? അല്ലല്ല, ഇത് കളർ സിനിമയാണ്. ഇത് ബോംബെയിലെ ഭയങ്കര ഇതാണ്. ബോംബെയിലത്തെ കിടിലൻ കാർ ചേസും സംഘടനയിലെ അതങ്ങനെ പത്രങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വന്നിരുന്നു. നാനാ സിനിമ വാരികളിൽ. പിന്നെ ഉലകം പരതാളം ഇതായി പിന്നെ ഒരു പെട്ടാളായി. ഇതൊക്കെ നല്ല സിനിമ. ശത്രുസംഹാരം ജയൻ വില്ലനാണെന്ന്. പിന്നെ അതിൽ വില്ലനും ഒരു പിന്നെ അതിനുശേഷം ആദ്യം വില്ലനാണ്, പിന്നീട് നല്ല സ്വഭാവത്തിലേക്ക് പിന്നെ കൊള്ളക്കാരോട് തിരിച്ചടിക്കുന്ന ഒരു റോളാണ്. ദീപം എന്ന് പറഞ്ഞാൽ ദീപം നല്ലൊരു സിനിമയാണ്. ജയന അത് എത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമയാണ് ദീപം. അതിലത്തെ നടിയ ഞാൻ മുന്നേപ്രിയ. സാർ ഏറ്റവും കൂടുതൽ കണ്ട ജയന്റെ സിനിമ ഏതാണ്? ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകൾ പിന്നെ മൂർഖൻ, അതുപോലെ ഇരുമ്പഴികൾ, പിന്നെ അന്തപുരം, ബെൻസുബാസു, അങ്കക്കുറി, ശക്തി, ആക്രമണം, നായാട്ട്, മീൻ, അതുപോലെ പിന്നെ തീനാളങ്ങൾ, അടവുകൾ 18, അങ്കക്കുറി, പിന്നെ തടവറ, കരിപുരണ്ട ജീവിതങ്ങൾ, പിന്നെ കോളിളക്കം, അഗ്നിശരം, മനുഷ്യമൃഗം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ലവ് ഇൻ സിംഗപ്പൂർ, പിന്നെ ഇത് സായുജ്യം, ചാകര, ശക്തി, പുതിയ വെളിച്ചം. അതൊക്കെ നല്ലോണം കണ്ട ഒരു നല്ല സിനിമയാണ് പുതിയ വെളിച്ചം. യൂട്യൂബിൽ ഒരുപാട് ഇപ്പൊ യൂട്യൂബിൽ ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. കാരണം എന്താ വെച്ചാല് ജയൻ സാറിന്റെ പിന്നെ ഈ സിനിമകളൊക്കെ അതിൽ കിട്ടാറുണ്ട്.
കിട്ടുന്ന ഏകദേശം ഞാൻ എല്ലാ സിനിമകളും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ ഇത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ഇപ്പം ചെറിയൊരു സീനുകൾ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, നല്ല സീൻ മാത്രം എടുത്തിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീനുകൾ കാണാം. പിന്നെ റീൽസിലെല്ലാം ഉണ്ട് ഇപ്പൊ ജയൻ സാറിന്റെ, അതും കണ്ടുകൊണ്ടിരിക്കും. കരിമ്പനൊക്കെ ഉള്ള സിമിയും നമ്മളെ ജയൻ കൂടിയില്ല ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പിന്നെ ഡയലോഗൊക്കെ. അത് പാറശാല ഷൂട്ട് ചെയ്തല്ലേ? പാറശാലയിലെ ഷൂട്ട് ചെയ്തത്? അതെ അതെ അതെ, തിരുവനന്തപുരം അല്ലേ? അതല്ല, അത് തൃശ്ശൂരല്ലേ, മറ്റേ കരിമ്പന പാറശാല അല്ലേ? പാലക്കാടല്ല, പാറശാല. പാറശാലയിലല്ലേ? ശക്തിയൊക്കെ കോഴിക്കോട്, ശക്തി കോഴിക്കോടാണ്, ഫറോക്കിന്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ ജയനെ കാന്തവലയം ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാന്തവലയം. ജയൻ സിമി അത് നല്ല മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ. അതിൽ പിന്നെ ജയന്റെ ഒരു ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ട്. ഇത് പിന്നെ രവികുമാറും പിന്നെ അന്ന് അതിലൊരു നെഗറ്റീവ് റോളാണ്. പിന്നെ കുറെ പിന്നെ ജപ്പാനിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് കരാട്ടക്കാരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു രാത്രി സമയത്ത് ഒരു അടിയുണ്ട്. ജയന കാറിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് രവികുമാറിന്റെ ഇത് കാറ് മുട്ടിച്ചു വെച്ച് പിന്നെ ഗുണ്ടകളൊക്കെ ഇറങ്ങി ആദ്യം ജയന അവരെല്ലാം കൂടെ അടിച്ചു. അപ്പൊ അവര് പറയുന്നുണ്ട്, രവികുമാർ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ എങ്ങനെയുണ്ട് എന്റെ കൂട്ടുകാരുടെ പ്രകടനം? ഇത് ഇവർ അഭ്യസിച്ചത് ജപ്പാനിൽ നിന്നാണ്. അത് പിന്നീട് ജയൻ അവരെ അടിച്ച് തോൽപ്പിച്ചതിന് ശേഷം ജയൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എന്റെ പ്രകടനം എങ്ങനെയുണ്ട്, ഇത് ഞാൻ പഠിച്ചത് പിന്നെ കേരളത്തിലെ തെരുവിൽ നിന്നാണ്. അങ്ങനെയുള്ള കുറെ ഡയലോഗ് ജയൻ സാറിന് ഉണ്ട്. കാന്തവലയത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, അതിൽ മോഹനൻ മറ്റേ നടനുണ്ടല്ലോ, നടൻ മോഹനൻ എന്നുള്ള ഒരു നടനുണ്ട്. അതായത് പിന്നെ നമ്മുടെ സിനിമാ നടി ലക്ഷ്മിന്റെ ഭർത്താവ്, പഴയ സിനിമാ നടി ലക്ഷ്മിന്റെ ഭർത്താവ്. അയാൾ ഒരു ഡയലോഗ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ സീമേനെ കുറിച്ച് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജയൻ മോഹനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ പല ടാക്സികളിലും കയറാറുണ്ട്, പക്ഷെ ടാക്സി നമ്പർ ഓർക്കാറില്ല. അങ്ങനെയുള്ള ശക്തിയിൽ അതേപോലെ തന്നെ ഇതേ ഒരു ഫൈറ്റിംഗ് ഉണ്ട് നമ്മുടെ ജയനും എം എൻ നമ്പ്യാറും തമ്മിൽ ലാസ്റ്റില്. അതായത് വലിയൊരു ഹാളില് മുഴുവൻ കണ്ണാടിച്ചില്, അതെ അതെ, അതായത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങളെ ശത്രുവിനെ നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലുന്നു. അപ്പോൾ എന്റെ ശത്രുവിനെ നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കൊല്ലുന്നു. അപ്പൊ അത് പറയാം, അപ്പൊ എന്റെ ശത്രു അത് മറ്റേ എം എൻ നമ്പ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല നല്ല സംഭവങ്ങളുണ്ട് ആ കാലഘട്ടത്തിൽ. പ്രതീക്ഷിക്കാത്ത കുറെ സീനുകളാണ്, നല്ല ഡയലോഗും അഭിനയവും അടിയും സ്റ്റണ്ടിലും മെയിനാണ്. ജയന പറഞ്ഞാല് പിന്നെ ഡ്യൂപ്പില്ലാണ്ടിലെ അഭിനയവും അതുകൂടെ എപ്പോഴും ഈ ഒരു മോഡൽ ഇതാണ്. ഇതൊക്കെ വളരെ സ്റ്റൈലാണ് ജയൻ. അതുപോലെ ശരിക്കും ഒരു മസിൽ പവറിലൊരു പിന്നെ നടനാണ് ജയൻ. മലയാള സിനിമ ഹിന്ദി പടത്തിലൊന്നും ആ കാലത്ത് അല്ല തമിഴിലോ അതുപോലെ തെലുങ്ക് സിനിമയിലൊന്നും ഈ മസിൽ പവർ കാണിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അന്ന് മലയാള സിനിമയിലെ ഒരേ ഒരാള് ജയൻ സാറായിരുന്നു. പിന്നീടാണ് ഈ മസിൽ പവർ സിനിമാ ലോകത്തേക്ക് വരുന്നത്. ജയൻ സാറിനാണ് എല്ലാം ഈ സിനിമ എന്നൊരു പിന്നെ ഇതിനെ മാറ്റം വരുന്നത് ജയൻ സാറിലൂടെയാണ്. അതാണ് കുതിര ഓടിക്കുന്നത്. കുതിര വളരെ സുന്ദരമായിട്ട് ജയൻ സാർ കുതിരനെ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിന്നു കണ്ടുകൊണ്ടു. ആ ദീപത്തിലൊക്കെ ജയൻ സാർ കുതിരേനെ ഓടിച്ചുകൊണ്ടുള്ള ഒരു പാട്ടെല്ലാം ഉണ്ടല്ലോ. അന്ന് അതിലത്തെ നായിക പ്രിയാണ്. ആ നായികന്റെ കൂടെ ഒരു ദൂരെ പ്രണയ കവിത, അതൊക്കെ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയില്ല, അത്ര ഇഷ്ടമാണ്. ഒരു പാട്ട് പാടാലോ. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. അതുപോലെ ഈ ഒരു പാട്ട് നല്ല ഇതല്ലേ, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ
കഥകൾ കൈമാറും അനുരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. അതുപോലെ തടവറ എന്നൊരു സിനിമയിലെ ഒരു പാട്ടുണ്ട്, അത് വളരെ ഞാൻ എപ്പോഴും പാടുന്ന എന്റെ ഒരു മൂളിപ്പാട്ടിൽ വരുന്ന ഇതാണ്. കാറ്റും ഈ കാടിന്റെ കുളിരും, കാറ്റും ഈ കാടിന്റെ കുളിരും, കോരിത്തരിക്കുന്ന നിമിഷം, എൻ സ്വപ്നങ്ങൾ പൂക്കുന്ന നിമിഷം, വികാരം തുളുമ്പും മനസ്സിന്റെ ചിത്രം, വെൺമേഘം നവസിൽ വരയ്ക്കുന്ന നിമിഷം, കാറ്റും ഈ കാടിന്റെ കുളിരും. അതുപോലെ കരിമനയിലെ ആ പാട്ടുണ്ടല്ലോ, ജയൻ സിമേനിക്കുട്ടി പാടുന്നത്, പ്രണയം വിതുമ്പും വസന്തങ്ങൾ. അതുപോലെ മറ്റൊരു കഴുകലിന്റെ പാട്ട്, ചന്ദനക്കുളി ചൂടി വരും കാറ്റ്, ഈ കാറ്റിനുണ്ടൊരു താരാട്ട് താരാട്ട്. ആ പാട്ടും എപ്പോഴും ഞാൻ പാടാറുണ്ട്. അപ്പൊ ഇത് ജയൻസാൻ പാടി അഭിനയിച്ച എല്ലാ പാട്ടും ഞാൻ പാടാറുണ്ട്. അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പം ചെറിയ ഇത് കരോക്കെ ഒക്കെ വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പാടാം. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം കൊല്ലത്തേക്ക് പരിപാടി നടത്തുമ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോവാ. അവിടെയുള്ള ജയൻ ആരാധകരെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം വരും. ഏതെങ്കിലും ഒരു നടനുണ്ടോ 44 വർഷമായി മരിച്ചിട്ട്, അടുത്തത് പോകുമ്പോൾ 45 വർഷം, ഈ 45 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ആരാധകരുള്ള ഒരു നടന നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോ പിന്നെ ലോകത്തിൽ തന്നെ ഇല്ല. കാരണം ഇന്നിപ്പോ ആര് ബ്രൂസിനെ പറ്റി കുറിച്ച് പറയാറുണ്ടോ? അല്ല, ഇപ്പൊ നമ്മളിവിടെ മരിച്ച കുറെ ഉണ്ട്. സത്യൻ സാറിനെ പറ്റിയോ, പ്രേംനസീറിനെ കുറിച്ചോ, സുകുമാറിനെ കുറിച്ചോ, സോമനെ കുറിച്ചോ ആരെങ്കിലും ഒരാള് ഇപ്പൊ അടുത്ത് മരിച്ചില്ലേ, കലാഭവൻ മണീനെ. കുറച്ചു ദിവസം നല്ല ഇതുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടാ ഇല്ല. അത് ഒരാൾക്കേ കിട്ടില്ല, നമ്മുടെ ജയൻ. ജയൻ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ജയൻ സാറുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.